ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഓഗസ്റ്റ് 1 മുതൽ 15 വരെ പരിശുദ്ധ സഭ ശൂനോയോ നോയമ്പ് ആചരിക്കുന്നു. ശൂനോയോ എന്ന വാക്കിന് വാങ്ങിപ്പ് എന്നാണ് അർത്ഥം. താൻ ആരിൽ നിന്നും ശരീരം പ്രാപിച്ചുവോ ആ പരിശുദ്ധ ശരീരം മണ്ണിൽ അഴുകിപ്പോകുവാൻ ഇടയാകാതെ അതിനെ യേശുക്രിസ്തു സ്വർഗത്തിലേക്കെടുത്ത ദിവസമാണ് നാം ശൂനോയോ പെരുന്നാളായി ആഘോഷിക്കുന്നത്. മാനവകുലത്തിൻ്റെ പാപപരിഹാരത്തിനായി തൻ്റെ ഏകജാതനെ ഭൂമിയിലേക്ക് അയക്കുവാൻ തീരുമാനിച്ചപ്പോൾ അതിനായി ഉദരം കണ്ടെത്തിയത് നസ്രത്തിൽ ദേവാലയ അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന കന്യകയായ ഒരു പെൺകുട്ടിയിലായിരുന്നു. സ്വർഗം അവളെ രണ്ടാം ഹവ്വയായും രണ്ടാം സ്വർഗമായും മുടി ധരിപ്പിക്കുന്നു. പരിശുദ്ധ അമ്മ വാക്കുകൾക്ക് അതീതമാണ്. ഈ അമ്മ ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും അതിലുപരി ദൈവാശ്രയബോധത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും പ്രതീകമാണ്. പരിശുദ്ധ സഭയിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്ഥാനം എല്ലാ പരിശുദ്ധന്മാരിലും വലുതാണ്. നമ്മുടെ ആരാധനാക്രമത്തിലും വിശ്വാസത്തിലും പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള പ്രാർത്ഥനകൾക്ക് വലിയ ശക്തിയും പ്രാധാന്യവുമുണ്ട്. മാനവരക്ഷാ പദ്ധതിയിൽ വിശുദ്ധന്മാരിൽ ഒന്നാം സ്ഥാനം പരിശുദ്ധ അമ്മയ്ക്കാണ്. നമ്മുടെ പൗരസ്ത്യ ആരാധനാക്രമ പാരമ്പര്യമനുസരിച്ച് മാതാവിൻ്റെ ജനന നാളിനല്ല, വാങ്ങിപ്പിനാണ് സഭ പ്രാമുഖ്യം നൽകുന്നത്. സഭയുടെ പ്രാർത്ഥനയോട് ചേർന്ന് വ്യക്തിപരമായി പരിശുദ്ധ ദൈവമാതാവിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന സ്വർഗത്തോട് എന്നെയും നിങ്ങളെയും കൂടുതൽ അടുപ്പിക്കുമെന്നുള്ളത് നിസ്സംശയമാണ്. എന്തുകൊണ്ടാണ് ഈ അമ്മയെ സ്വർഗം ഇത്രമാത്രം മാനിക്കുന്നത്? ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന ആത്മസമർപ്പണം. ജീവിതത്തിൽ ഏത് സഹനങ്ങൾ വന്നാലും എത്രമാത്രം സങ്കടങ്ങൾ ഉണ്ടായാലും ആര് കൈവിട്ടാലും കൈവിടാത്ത ഒരു ദൈവം എനിക്കുണ്ടെന്ന ഒരു ബോധ്യം. വാഗ്ദാനങ്ങളിൽ അവനോളം വിശ്വസ്തൻ മറ്റാരുമില്ലെന്ന് തൻ്റെ ജീവിതം കൊണ്ട് നമുക്ക് കാണിച്ചു തന്നു പരിശുദ്ധ അമ്മ. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, അവിടുത്തെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ദൈവവചനം സ്വീകരിക്കുകയും ദൈവ ഇഷ്ടത്തിന് സ്വയം സമർപ്പിക്കുകയും ചെയ്തു. ആകാശവും ഭൂമിയും മാറ്റപ്പെട്ടാലും അനന്തമായി മാറ്റപ്പെടാത്ത ദൈവത്തിൻ്റെ വചനം അത് നിവർത്തിയാകുവാൻ തക്കവണ്ണം പൂർണ്ണമായ ഒരു വിശുദ്ധി ഈ അമ്മയുടെ ജീവിതത്തിലുണ്ടായിരുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം അവസാനിക്കുമ്പോൾ തൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന അമ്മയെ കണ്ട് യേശു ലോകത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയ വാഗ്ദാനമാണ്, ഇതാ നിൻ്റെ അമ്മ. സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ഈ അമ്മ എനിക്കും നിങ്ങൾക്കും വാഗ്ദാനത്തിൻ്റെ പേടകമാണ്, പ്രതീക്ഷയുടെ പുതിയ നാമ്പാണ്. പരാജയത്തിൻ്റെ പടുകുടിയിൽ നിൽക്കുമ്പോഴും നിരാശയുടെ ആഴങ്ങളിലേക്കൊക്കെ താഴ്ന്നു പോകുമ്പോഴും നമുക്ക് അഭയവും പ്രതീക്ഷയുമായി ശക്തിയേറിയ മാധ്യസ്ഥമായി പരിശുദ്ധ മാതാവ് ഇപ്പോഴും നമ്മുടെ ഇടയിലുണ്ട്. ആലംബഹീനർക്കും ആശ്രയമറ്റു പോയവർക്കും ഈ അമ്മയുടെ ചിറകിൻ കീഴിൽ തണൽ ലഭിക്കുമെന്നത് ഏറ്റവും വലിയ സത്യമാണ്. ഈ അമ്മയുടെ മുന്നിലുള്ള കണ്ണീരോടെയുള്ള പ്രാർത്ഥനകൾക്ക് സ്വർഗത്തിൽ വലിയ വിലയുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ അവൻ ഒരിക്കലും കൈവിടുകയില്ലെന്നും സ്വർഗത്തോളം മാനിക്കുമെന്നും പരിശുദ്ധ മാതാവ് നമുക്ക് കാണിച്ചു തരുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം സഭയ്ക്കും സമൂഹത്തിനും ഇടവകൾക്കും കുടുംബങ്ങൾക്കും എപ്പോഴും കാവലും അഭയവുമായിരിക്കട്ടെ. ആമേൻ.